പ്രിയ കുടുംബാംഗങ്ങൾക്ക് എൻ്റെ പ്രണാമം. ജനം ടി വിയിലെ പ്രശാന്ത് എന്ന സുഹൃത്ത് വാട്സപ്പിലൂടെ അയച്ചു തന്ന സന്ദേശം ഞാനൊന്ന് വായിക്കാം. ഇതിൻ്റെ ആദ്യത്തെ 3-4 വരികൾ നേരത്തെ വായിച്ചതാണ്, വേറൊരാൾ അയച്ചു തന്നതനുസരിച്ച്. എങ്കിലും ഒന്നുകൂടി അത് വായിച്ചിട്ട് ബാക്കിയുള്ളത് വായിക്കാം. ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, ഞാനൊരു ഹിന്ദുവാണ്. ഇനി ഒരു 100 ജന്മമുണ്ടെങ്കിൽ ഹിന്ദുവായി തന്നെ ഈ ഭൂമിയിൽ ജനിക്കണമെന്നും ഹിന്ദുവായി തന്നെ വളരണമെന്നും ഹിന്ദുസ്ഥാനത്ത് തന്നെ ജനിച്ച് വളരണമെന്നും ഹിന്ദുസ്ഥാനത്ത് തന്നെ എൻ്റെ ജീവൻ നഷ്ടപ്പെട്ട ശരീരം ദഹിപ്പിക്കണമെന്നും അഥവാ ഈ ഭൂമിയിൽ തന്നെ മരിച്ചു വീഴണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. കാരണം ജനിച്ച് വീണപ്പോൾ അമ്മൂമ്മ വിളക്ക് കൊളുത്തി വെച്ചുകൊണ്ട് തുടക്കം കുറിച്ചു. 11-ാം ദിവസം എന്നെ കുളിപ്പിച്ചു. ദീപം സാക്ഷിയായി 28-ന് എൻ്റെ പേര് വിളിച്ചു. പിന്നെ ദൈവം സാക്ഷിയായി എനിക്ക് ഭക്ഷണം തന്നു, ചോറൂണ്. ദൈവസന്നിധിയിൽ നാവിൽ ആദ്യ അക്ഷരം കുറിച്ചു. സരസ്വതി ദേവിയുടെ പ്രസാദത്തോടുകൂടി സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ എന്ന് പറഞ്ഞ് അക്ഷരങ്ങളെ സ്നേഹിക്കാനും പൂജിക്കാനും തുടങ്ങിയപ്പോൾ പുസ്തകങ്ങളെ തന്നെ ദൈവം എന്ന് വിളിക്കാൻ പറഞ്ഞു. അതിനെ പൂജിക്കാൻ എന്നെ പഠിപ്പിച്ചു. അറിയാതെ അതിലേതെങ്കിലും വൈപരീത്യങ്ങൾ സംഭവിച്ചാൽ തൊട്ട് തലയിൽ വെച്ച് ആരാധിക്കാൻ എന്നെ പഠിപ്പിച്ചു. എൻ്റെ അമ്മൂമ്മയും അമ്മയും വിദ്യാലയങ്ങളെ ദേവാലയങ്ങളായിട്ടും സരസ്വതി ക്ഷേത്രങ്ങളായിട്ടും കാണുവാൻ എന്നെ പഠിപ്പിച്ചു. വിദ്യയാണ് ഏറ്റവും വലിയ ധനമെന്നും വിദ്യയാണ് അമരത്വത്തിലേക്കുള്ള പ്രയാണമെന്നും വിദ്യയാ അമൃതമശ്നുതേ എന്നും ഉപനിഷത്തുക്കൾ വരി സാധാരണക്കാരനായ എനിക്ക് മനസ്സിലാകുന്ന വിധത്തിൽ എൻ്റെ വീട്ടിൽ പറഞ്ഞു തന്നു. അധ്യാപകരെ ആചാര്യ ദേവോ ഭവ എന്ന് പറഞ്ഞ് ബഹുമാനിക്കാൻ എന്നെ പഠിപ്പിച്ചു. മുതിർന്നവരെ അറിയാതെ ചവിട്ടിയാൽ പോലും തൊട്ട് നെറ്റിയിൽ വെച്ച് അവർ ആരാധ്യരാണ്, പിതാമഹന്മാരാണ് എന്നെന്നെ പഠിപ്പിച്ചു. മാതാവും പിതാവും ഗുരുവും പ്രത്യക്ഷ ദൈവങ്ങളാണ് എന്ന് മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ എന്ന ഉപനിഷത്ത് മന്ത്രങ്ങളിലൂടെ എന്നെ പഠിപ്പിച്ചു. മുതിർന്നപ്പോൾ അവനവൻ ചെയ്യുന്ന കർമ്മമാണ് ഈശ്വരനെന്നും ആ ഈശ്വരീയ കർമ്മത്തെ ഡിവോഷനും ഡെഡിക്കേഷനും സിൻസിയറിറ്റിയോടുകൂടി ചെയ്യുന്നത് ഈശ്വര ആരാധനയാണെന്നും ഭഗവത്ഗീതയെ മനസ്സിൽ വെച്ചുകൊണ്ട് എൻ്റെ കുടുംബാംഗങ്ങൾ എന്നെ പഠിപ്പിച്ചു. മരണത്തിന് സാക്ഷിയായി ഞാൻ നിന്നപ്പോൾ അവിടെയും ഞാൻ കണ്ടു ദീപവും മന്ത്രവും. സാക്ഷിയായി നിന്നപ്പോൾ മരണത്തിന് ശേഷമുള്ള കർമ്മങ്ങൾക്ക് സാക്ഷിയായി നിന്നപ്പോൾ ബലിക്കാക്കകൾക്ക് ബലിച്ചോറ് നൽകുമ്പോൾ എന്താണ് ഞാൻ എന്ന് ഒരു വട്ടം ഞാൻ തന്നെ ചോദിച്ചു, ചിന്തിച്ചു. ഞാനും ഇതുപോലെ അവസാനിക്കേണ്ടവനാണ് എന്നെന്നെ ഓർമ്മിപ്പിച്ചു എൻ്റെ കുടുംബാംഗങ്ങൾ. നമ്മളെല്ലാം വന്നവരാണ്, വാടക വീട് പോലെ കുറേ കാലം താമസിക്കുന്നവർ, എന്നിട്ട് തിരിച്ചു പോകേണ്ടവരാണ് എന്ന ഓരോ കർമ്മവും ചെയ്യുമ്പോഴും ചിന്തിക്കുമ്പോഴും എൻ്റെ കൂടെയുള്ളവർ, എൻ്റെ കുടുംബാംഗങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ചു. എൻ്റെ പിൻതലമുറകളെ സ്മരിക്കാൻ ഒരു പിതൃകർമ്മത്തിനൊരു ദിവസം മാറ്റിവെച്ചു. ആഡംബരം ചൊല്ലി ആഘോഷിച്ച ഫ്രണ്ട്ഷിപ്പ് ഡേയും വാലന്റൈൻസ് ഡേയും വൈഫ്സ് ഡേയും വിമൻസ് ഡേയും എല്ലാം മാറ്റിവെച്ച് പ്രകൃതിയും ഈശ്വരീയതയും ചേർത്ത ഡേ ആചരിക്കാനും ആഘോഷിക്കാനും എന്നെ എൻ്റെ പൂർവികർ പഠിപ്പിച്ചു. പരിഷ്കാരി കണ്ടെത്തിയ മറ്റേതൊരു വിദേശ ആഘോഷങ്ങൾക്കും ഉപരിയായി, മുകളിലായി എൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും സംസ്കാരത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും മാനവരാശിക്കും സർവ്വചരാചരങ്ങൾക്ക് നന്മ വരുത്തുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. ക്ഷേത്രത്തിൽ കയറിയപ്പോൾ വാൽ കണ്ണാടി പ്രതിഷ്ഠ ഞാൻ കണ്ടു. കൈകൂപ്പി തൊഴുതപ്പോൾ നിന്നെ തന്നെ നീ കണ്ടു, എന്നെ തന്നെ ഞാൻ കണ്ടു, അത് തന്നെയാണ് ഈശ്വരൻ, അവനവനെ തിരിച്ചറിയുന്നതാണ് ഈശ്വരൻ എന്ന് എന്നെ പഠിപ്പിച്ചത് ഞാൻ ഉറക്കെ മനസ്സിലാക്കി. ദൈവവും അതിനാൽ നമ്മളാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. ദൈവം നമ്മളെ സൃഷ്ടിച്ചതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ വീക്ഷണത്തിൽ, നമ്മുടെ പ്രവൃത്തിയിൽ നമ്മൾ ഈശ്വരനെ സൃഷ്ടിച്ചു. നടക്കുന്നവർക്ക് മുൻപിൽ നന്മയുള്ള മനസ്സിലാണ് ദൈവമുള്ളതെന്ന് പറഞ്ഞു. ചുറ്റുമുള്ള ഓരോ വസ്തുവും ദൈവത്തിൻ്റെ മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനുമാണെന്ന് മനസ്സിലാക്കി. അവയെല്ലാം ദൈവം സൃഷ്ടിച്ചതല്ല, അവയെല്ലാം ദൈവം തന്നെയാണെന്ന് എന്നെ മനസ്സിലാക്കി. കടലും തിരയും രണ്ടും
ഒരേ ചൈതന്യമാണ് എന്നെന്നെ ഓർമ്മിപ്പിച്ചു. നെഞ്ചുയർത്തി നടന്ന് ഹിന്ദുവാണെന്ന് പറയാനും പറയിപ്പിക്കാനും എന്നെ പഠിപ്പിച്ചു. അഭിമാനത്തോടു കൂടി ജീവിക്കണമെന്നെന്നെ പഠിപ്പിച്ചു. അഭിമാനത്തോടു കൂടി ഭാരതത്തിൻ്റെ മകനും മകളുമാണെന്ന് ചിന്തിക്കാൻ എന്നെ പഠിപ്പിച്ചു. ഏകദൈവമായ പരബ്രഹ്മവും 33 കോടി ദേവതകളും എന്തെന്ന് ഞാൻ മനസ്സിലാക്കി, ഇന്നും മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ എൻ്റെ മതത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ ബന്ധനസ്ഥനല്ല. മതം എനിക്കൊരു വഴി മാത്രമാണ്, അത് അവസാനമല്ല. ഞാൻ ജീവിക്കുന്നത് ധർമ്മത്തിനും രാഷ്ട്രത്തിനും വേണ്ടിയാണ്, മതത്തിനു വേണ്ടിയല്ല. മതം ഇതുവരെ നിർബന്ധമായി ഒന്നും ചെയ്യാൻ എന്നോട് നിർദ്ദേശിച്ചിട്ടില്ല. മതത്തിൻ്റെ അതിർവരമ്പുകൾ കടന്ന് പുറത്തേക്ക് പോകരുതെന്ന് പറഞ്ഞിട്ടില്ല. ദൈവത്തെ ഭയപ്പെടണമെന്ന് പറഞ്ഞിട്ടില്ല. ദൈവത്തെ ഭക്തിയോട് സ്നേഹിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. മതം ചൂരൽ വടിയെടുത്ത് എൻ്റെ മുമ്പിൽ നിന്നിട്ടില്ല. മതം ഒരു പോലീസുകാരനെ പോലെയോ IG-യെ പോലെയോ ജഡ്ജിയെ പോലെയോ എന്നെ നിയന്ത്രിച്ചിട്ടില്ല. മതവും ദൈവവും എന്നെ പേടിപ്പെടുത്തിയിട്ടില്ല. എൻ്റെ മാർഗം എന്നോട് തിരഞ്ഞെടുക്കാൻ എൻ്റെ ആചാര്യന്മാർ പറഞ്ഞു. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പിഴുതെറിയാൻ എനിക്കായി ഈ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണ് ഞാൻ തിരിച്ചറിയുന്നത്, ഞാനൊരു ഹിന്ദുവാണ്. ഞാനൊരു ഹിന്ദുവായിരുന്നു, ഇനിയും ഞാനൊരു ഹിന്ദുവായിരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാവാം ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ രാജ്യം കാണേണ്ടി വന്നത്, വേദനിക്കുന്നതും വേദനിക്കാത്തതുമായിട്ടുള്ളത്. അവയിലൊന്നും ഞാനും എൻ്റെ രാഷ്ട്രവും തളർന്നില്ല. അവയിൽ നിന്നെല്ലാം ആവേശമെടുത്ത് തിന്മകളെ നന്മകളാക്കിയും ഇരുട്ടിനെ വെളിച്ചമാക്കിയും അശാന്തിയെ ശാന്തിയുമാക്കി വളർന്ന ഒരു രാഷ്ട്രത്തിൻ്റെ മകനായി മകളായി ഞാൻ നിലനിൽക്കുന്നു. ഞാൻ ഹിന്ദു എന്ന് പറഞ്ഞതാണ് എനിക്ക് എന്നിലെ വർഗീയതയായി നിങ്ങൾക്ക് തോന്നിയതെങ്കിൽ അതെൻ്റെ സംസ്കാരമാണ്. ഹിന്ദുയിസം, സനാതനധർമ്മം അതെൻ്റെ സംസ്കാരമാണ്. ആ സംസ്കാരമാണ് എൻ്റെ രക്തത്തിലും ചിന്തയിലും വീക്ഷണത്തിലും പ്രവൃത്തിയിലും കർമ്മത്തിലുമുള്ളത്. അത് ഹിന്ദു തന്നെയായിരിക്കും, ഹിന്ദുയിസം തന്നെയായിരിക്കും, സനാതനധർമ്മം തന്നെയായിരിക്കും. 1000 ആണ്ട് വിദേശികൾ ആക്രമിച്ചിട്ട് ചതച്ച് അരച്ചിട്ടും എൻ്റെ രക്തത്തിലും വീക്ഷണത്തിലും ചിന്തയിലും വാക്കുകളിലുമുള്ള എൻ്റെ സംസ്കാരം നശിച്ചില്ല. അവരെ തന്നെ, ഭാരതീയ പൈതൃകത്തെ നശിപ്പിച്ചവരെ പോലും അതിഥിമാരായിട്ട് സ്വീകരിക്കാൻ എൻ്റെ പൂർവ്വ പിതാമഹന്മാർ തയ്യാറായി. എൻ്റെ ആചാരങ്ങളാണ് നിനക്ക് വർഗീയതയായി തോന്നുന്നതെങ്കിൽ അതെൻ്റെ ഭാരതത്തിൻ്റെ സംസ്കാരങ്ങളായിരുന്നു, ഇന്നും സംസ്കാരങ്ങളാണ്. എൻ്റെ ആചാരങ്ങളാണ് നിനക്ക് വർഗീയതയായിട്ട് തോന്നുന്നതെങ്കിൽ അത് നീ ജനിച്ച് വളർന്ന് നിന്നെ പഠിപ്പിച്ച ആചാര്യന്മാരുടെ കുഴപ്പമാണ്, നിൻ്റെ ആചാര്യന്മാരുടെയും വീക്ഷണത്തിൻ്റെയും കുഴപ്പമാണ്. എൻ്റെയോ എൻ്റെ ധർമ്മത്തിൻ്റെയോ എൻ്റെ ആചാരത്തിൻ്റെയോ എൻ്റെ ആചാര്യന്മാരുടെയോ എൻ്റെ രാഷ്ട്രത്തിൻ്റെയോ എൻ്റെ സംസ്കാരത്തിൻ്റെയോ കുഴപ്പമല്ല. മഹത്തായ എൻ്റെ ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് എനിക്ക് എന്നും അഭിമാനമേ ഉള്ളൂ. എൻ്റെ വ്യാസനും എൻ്റെ വാൽമീകിയും എൻ്റെ കാളിദാസനും എൻ്റെ മഹിമനും എൻ്റെ മമ്മടനും എൻ്റെ മഹീഭട്ടനും എൻ്റെ ഭാസനും എൻ്റെ ഭാമഹനും സംസ്കാരം ഊട്ടി വളർത്തിയ ഇതുപോലെ 10,000 ജ്ഞാതാജ്ഞാത ഋഷികളും ആചാര്യന്മാരും വളർത്തിയതാണ് എൻ്റെ ഭാരതം. നാരദൻ പകർന്നു നൽകിയതാണ് എൻ്റെ സംഗീതം. ശിവവീണയിലും നാരദ വീണയിലും സരസ്വതിയുടെ വീണയിലും അതുണ്ട്. ധന്വന്തരിയും നാഗാർജുന മഹർഷിയും നമുക്ക് നൽകിയ ആയുർവേദം, പതഞ്ജലി മഹർഷി ഭാരതത്തിന് നൽകിയ യോഗസൂത്രം, ഭരദ്വാജ മഹർഷി ലോകത്തിന് നൽകിയ വിമാനവൈജ്ഞാനീയം, മാധവാചാര്യർ കണ്ടുപിടിച്ച പൂജ്യം ഉൾപ്പെടെയുള്ള പല ഉജ്ജ്വലമായ ഗണിതശാസ്ത്രത്തിന് നൽകിയ സംഭാവന, വേദങ്ങളും ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും ഉപനിഷത്തുക്കളും വേദഗണിതങ്ങളും കടബയാദി ഗണിത ശൈലി അടക്കം അങ്ങനെ എത്രയെത്ര മഹത്തരമായ സംഭാവനകൾ ഭാരതം ലോകത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. അഹം വന്ദേ മഹാഭാരതം അഹം വന്ദേ എന്ന് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് വർഗീയമാണെങ്കിലും അത് സങ്കുചിതമാണെങ്കിലും അത് അസഹിഷ്ണുതയാണെന്ന് നിങ്ങൾ പറഞ്ഞാലും എൻ്റെ ഭാവരാഗതാളമുള്ള ഭാരതം, അതിനെ ഞാൻ സ്മരിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ പൂർവികരെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. അവരുടെ വാക്കുകളിലോ പ്രവൃത്തിയിലോ വീക്ഷണത്തിലോ ഒരിക്കലും ഒരു തെറ്റുപോലും ഉണ്ടായിട്ടില്ല. മറ്റുള്ളവരെ ചതിച്ച് വഞ്ചിച്ച് മതം മാറ്റാൻ എൻ്റെ പൂർവികർ പറഞ്ഞിട്ടില്ല. എൻ്റെ ദൈവവും എൻ്റെ പുസ്തകവും എൻ്റെ വീക്ഷണവും എൻ്റെ വഴിയും മാത്രമാണ് ശരിയെന്ന് എൻ്റെ പൂർവികർ പറഞ്ഞിട്ടില്ല. ശരി എവിടെയെല്ലാം ഉണ്ടോ അതെല്ലാം എടുക്കാൻ എൻ്റെ പൂർവികർ ആനോ ഭദ്രാഹ കൃതവോ എന്തു വിശ്വതഃ എന്ന വരിയിലൂടെ പറഞ്ഞു. ലോകം മുഴുവൻ ജൂതന്മാരെ ആക്രമിച്ചപ്പോഴും എൻ്റെ മഹത്തായ രാജ്യം മാത്രമേ അവർക്കിടം നൽകിയിട്ടുള്ളൂ. അതുപോലെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഇസ്ലാം മതം വാളിൻ്റെ ശക്തിയും ചോര ചീറ്റിയും പോയപ്പോൾ
ക്രിസ്ത്യാനികൾക്ക് ഇടം നൽകിയ രാഷ്ട്രമാണ് ഭാരതം, പ്രത്യേകിച്ച് കേരളം. ഇന്നും എനിക്ക് കാണാം ഇസ്രായേലി ജനത നന്ദിയോടെ അത് അവരുടെ പുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്നത്. അതെനിക്ക് അഭിമാനമാണ്. ലോക ജനത ഭാരതത്തെ ആത്മീയ തലസ്ഥാനമായിട്ട് കാണുന്നു. ഞാൻ ലോക പൗരനാണെങ്കിലും എൻ്റെ അമ്മ ഭാരതമാണെന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദൻ്റെ വരികൾ ഞാൻ ഓർക്കുന്നു. ആത്മീയതയാണ് ഭാരതത്തിൻ്റെ രക്തസ്രാവമെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു. ആത്മീയതയിൽ ഭാരതം ലോക ഗുരുവാണെന്ന് പറഞ്ഞു. അതെനിക്ക് അഭിമാനം നൽകുന്നു. ഭാരതത്തെ പോലെ ഭാരതം മാത്രമേ ഉള്ളൂ എന്ന് മാക്സ് മുള്ളർ പറഞ്ഞു. എല്ലാ അറിവുകളും ഏത് ചക്രവാളത്തിൻ്റെ കീഴിലാണോ ഉള്ളത് എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഭാരതം എന്ന രാഷ്ട്രത്തെ ചൂണ്ടിക്കാണിക്കുമെന്ന് അർണോൾഡ് ടോയൻബിയും മാക്സ് മുള്ളറും പറഞ്ഞു. എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ ഹിന്ദുവാണ്. ഞാൻ ഹിന്ദുവായിരുന്നു. ഇനിയും ഞാൻ ഹിന്ദുവായിരിക്കും. ലോകത്തിലെ ഏത് വീക്ഷണത്തെയും സ്വാഗതം ചെയ്യാനും ഏത് വ്യക്തി പറയുന്നത് കേൾക്കാനും അതിൽ നല്ലതുണ്ടെങ്കിൽ എടുക്കാനും എൻ്റെ നന്മകൾ വാശിയും പകയും വിദ്വേഷവും ഇല്ലാതെ മറ്റുള്ളവന് പകർന്നു കൊടുക്കാനും സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖ ഭവേത്. എല്ലാവരും സുഖമായിരിക്കട്ടെ, എല്ലാവരും സന്തോഷവാന്മാരായിരിക്കട്ടെ, എല്ലാവരും ആരോഗ്യമുള്ളവരായിരിക്കട്ടെ, ദുഃഖിക്കുന്നവരായിട്ട് ലോകത്തിൽ ആരും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച എൻ്റെ പൂർവ്വ പിതാമഹന്മാരുടെ അതേ ചിന്താധാരയാണ് എന്നിലുള്ളത്. പല വിദേശ ചിന്താധാരകൾ ഇവിടെ വന്നിട്ടും അവയൊന്നും കരുപ്പിടിച്ചില്ല, അവയൊന്നും കത്തി നിന്നില്ല. അതെല്ലാം കരിന്തിരിയും പടന്തിരിയും കത്തി ചത്തി ഒടുങ്ങി. കാരണം ഭാരതം എന്ന രാഷ്ട്രം സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും ന്യായത്തിൻ്റെയും രാഷ്ട്രമാണ്. അവിടെ കപടതയും ഉണ്ടായിരുന്നില്ല. വിദേശികൾ വന്ന് കപടതയെ ഉണ്ടാക്കി. അവർക്കും അവരുടെ മതത്തിന് പോലും ഇന്ന് നിലനിൽപ്പില്ല. ചില മതങ്ങൾ തീവ്രവാദത്തിൻ്റെ പരമകാഷ്ഠയിലെത്തുമ്പോഴും അവരുടെ സംഖ്യ ഭാരതത്തിൽ ലോകത്തിൽ മറ്റേതൊരു രാജ്യത്തേക്കാൾ കൂടുതലുള്ളപ്പോഴും എൻ്റെ രാഷ്ട്രം ഏത് തിന്മയെയും ഏത് വേദനയെയും സഹിഷ്ണുതയോടുകൂടി സ്വീകരിച്ചു. കാരണം എല്ലാ വിശ്വാസങ്ങളും പരമമായ ഏക സത്യത്തിലേക്ക് എത്തിച്ചേരുന്നു. ഏകം സദ്വിപ്രാഹ ബഹുധാ വദന്തി എന്നെൻ്റെ പൂർവികർ പറഞ്ഞു. അത് തന്നെ എഴുതാനും വായിക്കാനും പോലും അറിയാത്ത എൻ്റെ മാതാപിതാക്കളും പറഞ്ഞു. എനിക്കറിയാം എൻ്റെ മതം പഠിപ്പിച്ച സഹിഷ്ണുത. ഇവിടെ പല ബുദ്ധിജീവികളും പല രാഷ്ട്രീയ നേതാക്കളും കാളവണ്ടി ചന്തയിലേക്ക് പോകുമ്പോൾ പട്ടി കുരയ്ക്കുന്ന പോലെ കുരയ്ക്കുന്നു എങ്കിലും എൻ്റെ പൂർവികർ കുരച്ചിട്ടില്ല. അവർക്കറിയാം നിലനിൽക്കേണ്ടത് നിലനിൽക്കും, നിലനിൽക്കേണ്ട ആവശ്യമില്ലാത്തതിനെ കാലചക്രം അടിച്ചു തെറിപ്പിക്കുമെന്ന് അവർക്കറിയാം. പലരും ഈ സഹിഷ്ണുതയെ മുതലെടുത്തിട്ടുണ്ട്. പക്ഷേ അവരാരും നിലനിന്നിട്ടില്ല. അനവധി മുസ്ലിം വംശങ്ങളും അനവധി ക്രിസ്ത്യാനികളും ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഈ ചൈതന്യത്തിൻ്റെ മുമ്പിൽ അവരുടെ കാൽപ്പാടുകൾ പോലും അടിപതറി അവർ വീഴുന്നത് കാണൂ. ഞാൻ ഹിന്ദുവാണ്, ഞാൻ ഹിന്ദുവായിരുന്നു. പിന്നെ എനിക്ക് ആരെയും പ്രീതിപ്പെടുത്താനില്ല. കാരണം ഞാനൊരു ഹിന്ദുവാണ്. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും ന്യായത്തിൻ്റെയും മാർഗത്തിലൂടെ പോകുന്ന എനിക്ക് അധികാരം ഒരാവശ്യമേ അല്ല. അധികാരത്തിമർപ്പ് എൻ്റെ മസ്തിഷ്കത്തെ ഹരം കൊള്ളിക്കില്ല. സമ്പത്ത് ജീവിക്കാനുള്ള മാർഗം മാത്രമാണ്. അത് ധർമ്മത്തിൻ്റെ വഴിയിലൂടെ മാത്രമാണ് എന്നെന്നെ പഠിപ്പിച്ച പൂർവികർ ധർമാർത്ഥ കാമമോക്ഷം എന്നെന്നെ ഓർമ്മിപ്പിച്ചു. എന്തെല്ലാം ഉണ്ടാക്കിയാലും ഈ ലോകത്ത് നിന്ന് ഒരു ദിവസം പുറത്തേക്ക് പോകേണ്ടവനാണ് നീ. വന്ന ദിവസമുണ്ടെങ്കിൽ തിരിച്ചു പോകുന്ന ദിവസവുമുണ്ടെന്ന് എന്നെ ഓർമ്മിപ്പിച്ചു. മറ്റുള്ളവരെ എൻ്റെ വിശ്വാസത്തിലേക്ക് പ്രലോഭിപ്പിച്ചോ ബലമായോ കൊണ്ടുവരാൻ പോലും എൻ്റെ പൂർവികർ അനുവദിച്ചിരുന്നില്ല. നല്ലതെന്ന് തോന്നുന്നതിലേക്ക് അവർ പോകട്ടെ എന്ന് പറഞ്ഞു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. മതമല്ല പ്രശ്നമുണ്ടാക്കുന്നത്, മതം കൈകാര്യം ചെയ്യുന്നവരാണെന്ന് എന്നെ ഗുരുക്കന്മാർ ഓർമ്മിപ്പിച്ചു. എൻ്റെ ആഘോഷങ്ങളാണ് എൻ്റെ ജീവിതം. തിന്മകളെ ഞാൻ ആഘോഷിച്ചില്ല, വേദനകളെ ഞാൻ ഓർത്തുകൊണ്ടേയിരുന്നില്ല. വേദനയില്ലാത്തതും സന്തോഷിക്കാനുള്ളതും ആഘോഷങ്ങളാക്കി മാറ്റി. നിൻ്റെ പ്രശ്നമെങ്കിൽ തല ഉയർത്തി തന്നെ പറയും, എൻ്റെ ആഘോഷങ്ങളാണ് നിൻ്റെ പ്രശ്നമെങ്കിൽ, എൻ്റെ ആഘോഷങ്ങളാണ് നിൻ്റെ പ്രശ്നമെങ്കിൽ ഞാൻ തല ഉയർത്തി തന്നെ പറയും. ഈ ലോകത്തിലെ എല്ലാ നല്ല ആഘോഷങ്ങളും ഇവിടെ എൻ്റെ ഭാരതത്തിലാണുള്ളത്. എന്നാലും മറ്റുള്ളവരുടെ ആഘോഷങ്ങളിൽ ഞാനും പങ്കുകൊള്ളുന്നു. എന്തു തന്നെ സംഭവിച്ചാലും ഞങ്ങൾ ചൊല്ലുന്ന മന്ത്രമുണ്ട്, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മുടെ പൂർവികരോ ഇന്ന് ജീവിച്ചിരിക്കുന്നവരോ ഭരണകർത്താക്കളോ ഭാരതീയാഹ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. ഹൈന്ദവാഹ സമസ്ത സുഖിനോ ഭവന്തു എന്നും പ്രാർത്ഥിച്ചിട്ടില്ല. പ്രാർത്ഥിച്ചതെന്നും
ലോക സമസ്ത സുഖിനോ ഭവന്തു, അല്ലെങ്കിൽ സമസ്ത ലോക സുഖിനോ ഭവന്തു എന്ന് തന്നെയായിരുന്നു. ഞാൻ ധർമ്മത്തെ രക്ഷിച്ചാൽ ആ ധർമ്മം എന്നെയും രക്ഷിക്കുമെന്ന് എൻ്റെ പൂർവികർ പഠിപ്പിച്ചു. ധർമ്മോ രക്ഷതി രക്ഷിതഃ ധർമ്മമേവ ഹതോ ഹന്തി. അതിനാൽ ഞാൻ ഹിന്ദുവായി തന്നെ ഭാരതത്തിൽ വന്നു. ഓരോ ഭാരതീയനെയും കൊണ്ട് പറയിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാനൊരു ഹിന്ദുവാണെന്ന്. അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിന്ന് ഞാനൊരു ഹിന്ദുവാണെന്ന് പറയണം. അത് പറയിപ്പിക്കും. അതാണ് ഞങ്ങളുടെ ദൗത്യവും ലക്ഷ്യവും മാർഗവും. നീ യേശുക്രിസ്തുവിനെ ആരാധിക്കണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞാനൊരു ഹിന്ദുവാണ്, എൻ്റെ ഇഷ്ടദേവത യേശുക്രിസ്തുവാണ്. ഞാനൊരു ഹിന്ദുവാണ്, എൻ്റെ ഇഷ്ടദേവത അള്ളാഹുവാണ്. 33 കോടി ദേവന്മാരുടെ കൂട്ടത്തിൽ ഒരു അള്ളാഹുവിനെയും ഒരു യേശുക്രിസ്തുവിനെയും ഒരു യഹോവയെയും ചേർക്കാൻ ഭാരതീയന് ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ആചാര്യന്മാർ, ആയിരക്കണക്കിന് വിഷയങ്ങൾ ചേർത്ത് എഴുതി മുമ്പിൽ വെച്ചതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ ബൈബിളും ഒരു ചെറിയ ഖുറാനും വയ്ക്കാൻ ഭാരതീയന് ഒരിക്കലും ഒരു വിഷമവുമില്ല. എല്ലാ നന്മകളെയും സ്വീകരിച്ചതുകൊണ്ടാണ് ഭാരതം ഇന്ന് നിലനിൽക്കുന്നത്. മുഹമ്മദ് ഗസ്നി ലക്ഷക്കണക്കിന് സൈന്യങ്ങളുമായിട്ട് വന്നപ്പോഴും അവർക്ക് ചോറും ഭക്ഷണവും വെള്ളവും കൊടുത്തവരാണ്. ശത്രുവാണെന്നറിഞ്ഞിട്ട് പോലും അവർക്ക് ഭക്ഷണം കൊടുത്ത് അതിഥി ദേവോ ഭവ എന്നുള്ളത് തെറ്റിദ്ധരിച്ചാണെങ്കിൽ പോലും അവർ ചെയ്ത നന്മയാണ് ഭാരതത്തെ ഭാരതമാക്കുന്നത്. ഒരുപക്ഷെ അത് തിരിച്ചറിയുന്നൊരു പ്രധാനമന്ത്രിയും ഭരണകർത്താക്കളും ഇന്ന് ഭാരതത്തിന് ലഭിച്ചത് അതുകൊണ്ട് തന്നെയാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.